കേരളത്തിൽ ഇപ്പോൾ ആഞ്ഞടിക്കുന്ന ഉഷ്ണതരംഗത്തിന് സമാനമായ ഒരു ഭരണവിരുദ്ധ തരംഗമായിരിക്കും മെയ് 4-ന് സംസ്ഥാനത്തെ ജനങ്ങളെ കാത്തിരിക്കുന്നത്. ഏപ്രിൽ 9-ന് ഒറ്റഘട്ടമായി നടന്ന 16ാമത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി തിളക്കമാർന്ന വിജയമായിരിക്കും നേടുന്നത്. ഒടുവിൽ കിട്ടിയ കണക്കനുസരിച്ച് 2,71,000-ൽ പരം വോട്ടർമാരിൽ 79.63% തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചത്. ഏതാണ്ട് 54,000 സർവീസ് വോട്ടുകൾ തിരിച്ചുവരാനിരിക്കെ 1987 ശേഷം സംസ്ഥാനമൊട്ടാകെ ഏതാണ്ട് 81% ആൾക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായിട്ടുള്ളത്. ഗ്രൗണ്ട് സീറോ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ എക്സിറ്റ് പോളിൽ UDFന് അനുകൂലമായ ഒരു വിധിയെഴുത്താണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തമാണ്. കോൺഗ്രസ് മുന്നോട്ട് വച്ച 5 ഗ്യാരണ്ടികളെ ഇരു കൈകളോടെ സ്വീകരിച്ചാണ് ഇവർ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്തതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇതുകൂടാതെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു ധ്രുവീകരണവും UDFന് അനുകൂലമായി മാറിയിട്ടുണ്ടെന്ന് ഈ സർവേ ഫലങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും സത്യമായിരിക്കുകയാണ്. നിഷ്പക്ഷ വോട്ടർമാരും ഇടതു സഹയാത്രികരും ഇത്തവണ വൻതോതിലാണ് UDFനെ പിന്താങ്ങിയത്. ചരിത്രമായ 2ാം ഊഴം നേടിയതിനു ശേഷം കഴിഞ്ഞ 5 കൊല്ലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷി ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നുവെന്നും ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ, സർക്കാർ സേവനങ്ങൾക്കുള്ള അധിക ചുങ്കം, ഉയർന്ന പെട്രോൾ സെസ്, ഇന്നുവരെ കേൾക്കാത്ത രീതിയിലുള്ള ധൂർത്ത്, അതിന് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ന്യായീകരണങ്ങളും ജനം അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വിവിധ ജില്ലകളിലൂടെ പ്രാദേശിക ലേഖകരുടെ സഹായത്താൽ നടത്തിയ ഈ സർവേയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിലും ചില വ്യതിയാനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഈ അവസരത്തിൽ തള്ളിക്കളയാനും സാധിക്കില്ല. നമുക്ക് ഈ യാത്ര കാസർഗോഡിൽ നിന്ന് ആരംഭിക്കാം. 5 മണ്ഡലങ്ങളുള്ള ജില്ലയിൽ UDF ചരിത്രപരമായ നേട്ടമായിരിക്കും നേടുക. 2021 നേടിയ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഉദുമയും തൃക്കരിപ്പൂറും LDFൽ നിന്ന് പിടിച്ചെടുക്കുവാൻ UDFന് സാധിക്കുമെന്നുള്ളതാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. 1957 സംസ്ഥാന രൂപീകരണത്തിനു ശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി തൃക്കരിപ്പൂരിൽ നിന്ന് വിജയിക്കുന്നത്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടും പിൽക്കാലത്ത് EK നായനാരും വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും വിജയിച്ചതാണ്. എന്നാൽ ഇക്കുറി ഇവിടെ നിന്നുള്ള ജേതാവ് കോൺഗ്രസിലെ സന്ദീപ് വാര്യർ ആയിരിക്കും. ഒരു നേരിയ ഭൂരിപക്ഷം മാത്രമായിരിക്കും വാര്യർക്ക് ലഭിക്കുന്നതെങ്കിലും ഈ വിജയം എന്നേക്കുമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. ഏറെക്കാലമായി CPI പ്രതിനിധികൾ പ്രതിദാനം ചെയ്തിട്ടുള്ള കാഞ്ഞങ്ങാട് മാത്രമായിരിക്കും LDFനൊപ്പം ഇപ്രാവശ്യം ചേർന്ന് നിൽക്കുക. മഞ്ചേശ്വരത്തും കാസർഗോഡും വിജയികൾക്ക് തൊട്ടു പിന്നാലെ എത്തുക BJP സാരഥികളായ K സുരേന്ദ്രനും ML അശ്വിനിയുമായിരിക്കും. വടക്കൻ കേരളം സാധാരണഗതിക്ക് LDFനാണ് കാലാകാലങ്ങളായി വോട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും ഇതിനൊരു വ്യത്യാസമാണ് ഇപ്രാവശ്യം പൊതുവെ കാണുന്നത്. കാസർഗോഡ് എന്ന പോലെ കണ്ണൂരിലും UDF മികച്ച നേട്ടം കൈവരിക്കുന്നതാണ്. 11 മണ്ഡലങ്ങളുള്ള ജില്ലയിൽ 2021 പേരാവൂരും ഇരിക്കൂറും മാത്രമാണ് UDF വിജയിച്ചത്. എന്നാൽ ഈ സീറ്റുകൾക്ക് പുറമെ അഴീക്കോടും കണ്ണൂരും UDF വിജയിക്കാനാണ് സാധ്യത. ധർമ്മടം, മട്ടന്നൂർ, തലശ്ശേരി, കല്യാശ്ശേരി, കൂത്തുപറമ്പ് എന്നിവിടങ്ങളിൽ LDF വിജയം ആവർത്തിക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ഈ ജില്ലയിലെ മറ്റ് 2 മണ്ഡലങ്ങൾ പയ്യന്നൂരും തളിപ്പറമ്പുമാണ്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വച്ച രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അവിടുത്തെ CPM സ്ഥാനാർത്ഥിയായ TI മധുസൂദനന് ഏറെ തലവേദനകളാണ് സൃഷ്ടിച്ചത്. കഴിഞ്ഞ തവണ 50,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച ഈ മണ്ഡലത്തിൽ TI മധുസൂദനന് അനുകൂലമായൊരു വിധിയെഴുത്തുണ്ടാകുവാനുള്ള സാധ്യതകൾക്കൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഈ പ്രദേശങ്ങളിലെ CPMൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കാണ്. സംസ്ഥാന പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ സഹധർമ്മിണി PK ശ്യാമള മത്സരിക്കുന്ന തളിപ്പറമ്പിലാകട്ടെ ഒരു ബലാബല മത്സരമാണ് നടന്നിട്ടുള്ളത്. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ആക്ഷേപങ്ങളുമായി പാർട്ടി വിട്ട TK ഗോവിന്ദൻ ഇവിടെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിലാകട്ടെ UDFനെ കാത്തു നിൽക്കുന്നത് ഒരു തികഞ്ഞ തൂത്തുവാരലാണ്. നിലവിൽ കൈവശമുള്ള കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിക്കും പുറമെ ഇപ്രാവശ്യം UDF തങ്ങളുടെ 100 മേനി തികയ്ക്കുന്നത് ഉഷ വിജയനിലൂടെ മാനന്തവാടി മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും. നിലവിലെ മന്ത്രിസഭയിലെ അംഗമായ OR കേളു കണക്കുകളിൽ ഉഷ വിജയനേക്കാൾ ഏറെ പിന്നിലാണ്. കൽപ്പറ്റയിൽ T സിദ്ദിഖും സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനും ഏറെ പ്രയാസപ്പെടാതെ തന്നെ നിലനിർത്തും. 2 ദശാബ്ദങ്ങളായി കോൺഗ്രസിന് ഒരൊറ്റ സീറ്റ് പോലും ലഭിക്കാത്ത ജില്ലയാണ് കോഴിക്കോട്. ഇവിടെയുള്ള 13 മണ്ഡലങ്ങളിൽ UDF 2021 നേടിയത് 2 സീറ്റുകളാണ്. MK മുനീറിലൂടെ കൊടുവള്ളിയും RMP നേതാവായ KK രമയുടെ വടകരയും.
എന്നാൽ ഇതെല്ലാം ഇപ്പോൾ ഒരു പഴങ്കഥയാണ്. പ്രത്യേകിച്ച് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ നേടിയ മിന്നും വിജയത്തിനു ശേഷം കഴിഞ്ഞ കൊല്ലം നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും UDF ഈ ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ഈ അനുകൂല സാഹചര്യത്തിൽ നാദാപുരം, കുറ്റിയാടി, വടകര, പേരാമ്പ്ര, കൊയിലാണ്ടി, കൊടുവള്ളി, ഏലത്തൂർ, കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി, കുന്നമംഗലം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചാൽ ആരും അതിശയപ്പെടേണ്ടതില്ല. LDFന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഈ ജില്ലയിൽ കേവലം 2 സീറ്റുകളിലായിരിക്കും ഉണ്ടാകുക, ബാലുശ്ശേരിയിലും കോഴിക്കോട് നോർത്തിലും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലെ ഏതൊരു പാർട്ടിയെക്കാളും മുതലെടുത്തത് മുസ്ലിം ലീഗാണ്. ലീഗിനിത് സാധിച്ചത് തങ്ങളുടെ ഈറ്റില്ലമായ മലപ്പുറത്തുള്ള സംഘടനാ ശേഷി കൊണ്ടാണ്. ഈ കഠിനാധ്വാനത്തിനൊടുവിൽ ലീഗ് ആദ്യം മുതലേ ഉന്നം വെച്ചത് മലപ്പുറത്തുള്ള 16 സീറ്റുകളാണ്. അതിലവർ ഏകപക്ഷീയമായ ഒരു വിജയം കണ്ടുവെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. മങ്കട, വേങ്ങര, വണ്ടൂർ, കോട്ടയ്ക്കൽ, ഏറനാട്, കൊണ്ടോട്ടി, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, മലപ്പുറം, പെരിന്തൽമണ്ണ, തിരൂർ, മഞ്ചേരി എന്നീ മണ്ഡലങ്ങളിലാണ് 2021 UDF വിജയിച്ചത്. ഇതിനിടെ നിലമ്പൂരിൽ PV അൻവർ രാജിവെച്ച ഒഴിവിൽ ആര്യാടൻ ശൗക്കത്തിലൂടെ UDF നേടിയിരുന്നു. ഈ മണ്ഡലങ്ങളിലെല്ലാം ഇത്തവണ UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമ്പോൾ താനൂർ, തവനൂർ, പൊന്നാനി എന്നീ സീറ്റുകളും UDF LDFിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മലപ്പുറത്ത് മത്സരിക്കുന്ന ലീഗിന്റെ മുതിർന്ന നേതാവായ PK കുഞ്ഞാലിക്കുട്ടിക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടാനായിട്ടുള്ള സാധ്യതകളാണ് ഈ തെരഞ്ഞെടുപ്പ് വഴിയൊരുക്കിയിട്ടുള്ളത്. വടക്കൻ കേരളത്തിലെ പാലക്കാട്ടുള്ള 12 മണ്ഡലങ്ങളിൽ 2021 LDF ഏതാണ്ട് സമ്പൂർണ്ണ വിജയമാണ് നേടിയത്. മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് 2021 UDFന് നേടാൻ സാധിച്ചത്. മറ്റ് ജില്ലകളിൽ എന്ന പോലെ ഇവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറയ്ക്ക് കോട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. BJP നേതാവായ ശോഭാ സുരേന്ദ്രനുമായി നേരിട്ടുള്ള പോരാട്ടത്തിൽ സിനിമാ താരം കൂടിയായ രമേശ് പിഷാരടി പാലക്കാട് വിജയം കാണുമ്പോൾ N ഷംസുദ്ദീൻ 3ാം വട്ടവും വിജയം കാണുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഈ 2 മണ്ഡലങ്ങൾക്ക് പുറമെ തൃത്താല, ചിറ്റൂർ, കോങ്ങാട് എന്നിവിടങ്ങളിലായിരിക്കും UDF വിജയം നേടുക. തനിക്ക് കഴിഞ്ഞ തവണ ഏൽക്കേണ്ടി വന്ന തിരിച്ചടിക്ക് VT ബൽറാം MP രാജേഷിനോട് തൃത്താലയിൽ പകരം വീട്ടുമ്പോൾ ചിറ്റൂരിലെ വിജയി പഴയ MLA ആയ K അച്യുതന്റെ മകനായ സുമേഷ് അച്യുതനായിരിക്കും. കോങ്ങാടിലാകട്ടെ നിലവിലുള്ള MLA ആയ K ശാന്തകുമാരിയെ തറപറ്റിച്ചായിരിക്കും പാലക്കാട് MP ആയ VK ശ്രീകണ്ഠന്റെ ഭാര്യ കൂടിയായ KA തുളസി കോങ്ങാട് വിജയം കാണുക. മലമ്പുഴ, ആലത്തൂർ, നെന്മാറ, തരൂർ, ഷൊർണൂർ, ഒറ്റപ്പാലം എന്നീ മണ്ഡലങ്ങൾ LDFിനോടൊപ്പം നിലകൊള്ളുമ്പോൾ പട്ടാമ്പിയിൽ നിലവിലൊരു ബലാബല മത്സരമാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു കാലത്തെ കോട്ടയെന്നറിയപ്പെട്ടിരുന്ന തൃശൂരിൽ 2021 2024 വൻ തിരിച്ചടികളാണ് പാർട്ടി നേരിട്ടത്. അതുകൊണ്ട് തന്നെ UDFിന്റെ തിരിച്ചുവരവിന് ഏറെ നിർണായകമായ ജില്ലയാണ് തൃശൂർ. ഈ ജില്ലയിലുള്ള 13 മണ്ഡലങ്ങളിൽ 2021 UDF വിജയം നേടിയത് ചാലക്കുടിയിൽ മാത്രമാണ്. ആ സീറ്റ് ഇപ്രാവശ്യവും സനീഷ് ജോസഫ് വിജയം ഉറപ്പിച്ച സാഹചര്യത്തിൽ UDF വിജയിക്കുന്ന മറ്റു മണ്ഡലങ്ങൾ തൃശൂർ, ഗുരുവായൂർ, മണലൂർ, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട, ഒല്ലൂർ എന്നിവിടങ്ങളായിരിക്കും. തൃശൂർ രാജൻ പല്ലലിലൂടെ UDF നേടുമ്പോൾ മണലൂരിലെ വിജയ് TN പ്രതാപനായിരിക്കും. ഇരിങ്ങാലക്കുടയിൽ തനിക്കേറ്റ 2 തിരിച്ചടികൾക്കു ശേഷം തോമസ് ഉണ്ണിയാടനായിരിക്കും ഇപ്രാവശ്യത്തെ വിജയ്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു എക്സിറ്റ് പോൾ കണക്കുകൾ അനുസരിച്ച് ഏറെ പിന്നിലാണ് താനും. ഒല്ലൂരിൽ റവന്യൂ മന്ത്രിയായ K രാജനും പരാജയം ഏറ്റുവാങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നാട്ടികയിൽ 5 കൊല്ലത്തിനു ശേഷം CPIയിലെ ഗീതാ ഗോപി വിജയം കാണുമ്പോൾ കുന്നംകുളം, ചേലക്കര, കയ്പമംഗലം, പുതുക്കാട്, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലായിരിക്കും LDF വിജയം കാണുക. എറണാകുളം എക്കാലവും UDFിന്റെ ഒരു ഉറച്ച കോട്ടയായിരിക്കും. ഇപ്രാവശ്യവും അതിലൊരു വ്യത്യാസവും കാണുന്നുമില്ല. ജില്ലയിലുള്ള 14 സീറ്റുകളിൽ 100 മേനി UDF കൊയ്യാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വന്നിട്ടുള്ളത്. VD സതീശൻ പ്രതിദാനം ചെയ്യുന്ന വടക്കൻ പറവൂരിനു പുറമെ അങ്കമാലിയിൽ നിന്നും റോജി M ജോണും, ആലുവയിൽ നിന്നും അൻവർ സാദത്തും, തൃക്കാക്കരയിൽ നിന്ന് ഉമാ തോമസും, എറണാകുളത്ത് നിന്നും TJ വിനോദും, പിറവത്ത് അനൂപ് ജേക്കബും, മൂവാറ്റുപുഴയിൽ നിന്ന് മാത്യു കുഴൽനാടനും വിജയം ഉറപ്പിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ കുന്നത്തുനാട്, കളമശ്ശേരി, കൊച്ചി, വൈപ്പിൻ, കോതമംഗലം എന്നിവ LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. K ബാബു ഒഴിഞ്ഞ തൃപ്പൂണിത്തുറയിലാകട്ടെ ദീപക് ജോളി തന്നെയാണ് മുൻപന്തിയിലെത്തുക. പെരുമ്പാവൂരിൽ നിലവിലെ MLA ആയ എൽദോസ് കുന്നപ്പിള്ളിക്ക് പകരക്കാരനായി വന്ന മനോജ് മൂത്തേടനും ഒട്ടും പുറകിലായിരിക്കില്ല. എറണാകുളത്ത് എന്ന പോലെ ഇടുക്കിയിലും UDFിന് അനുകൂലമായ ഒരു തരംഗമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഇവിടെയുള്ള 5ൽ 4 സീറ്റും UDFിന് നഷ്ടപ്പെട്ടിരുന്നു. തൊടുപുഴയിൽ അപ്പു ജോൺ ജോസഫ് തന്റെ പിതാവായ PJ ജോസഫിന്റെ പാത പിന്തുടരുമ്പോൾ ഇടുക്കിയിൽ ഒരു വൻ അട്ടിമറിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ UDF പ്രവേശനം തുരങ്കം വെച്ച ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ 6ാമതായി നിയമസഭ കാണാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത്. മുൻ DCC പ്രസിഡന്റ് റോയ് K ജോസഫ് ആയിരിക്കും ഇവിടെ നിന്നും വിജയിക്കുക.
ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് എന്നിവിടങ്ങളിൽ UDF LDF-ൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്യും. ഇതിന് സമാനമായ ഒരു ട്രെൻഡാണ് കോട്ടയം ജില്ലയിലും കാണുന്നത്. കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്ന പാലായിൽ മാണി സി കാപ്പൻ സീറ്റ് നിലനിർത്തുമ്പോൾ കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കടുത്തുരുത്തിയിൽ നിന്നും മോൻസ് ജോസഫും വിജയം കാണുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പുതുപ്പള്ളിയിൽ മാറി ചിന്തിക്കേണ്ട സാഹചര്യം നിലവിലില്ല. തന്റെ കന്നി അംഗത്തിൽ നേടിയ 35,000-ൽ പരം വോട്ടിന്റെ ലീഡ് ചാണ്ടിയുമ്മൻ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ഏറെ ആകാംക്ഷ നിറഞ്ഞത്. പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ നിന്നും UDF സ്ഥാനാർത്ഥികൾ വെന്നിക്കൊടി പാറിക്കുമ്പോൾ LDF-ന് ആശ്വാസ വിജയം നൽകുന്നത് വൈക്കം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളായിരിക്കും. 9 സീറ്റുകളുള്ള ആലപ്പുഴയിലും 2021-ലെ ഫലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ UDF-ന് അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ട്. ഹരിപ്പാട് നിന്നും രമേശ് ചെന്നിത്തലയും, അരൂരിൽ നിന്നും ഷാനിമോൾ ഉസ്മാനും, കായംകുളത്ത് നിന്നും M ലിജുവും, ആലപ്പുഴയിൽ നിന്നും AD തോമസും, കുട്ടനാട് നിന്നും റജി ചെറിയാനും വിജയം കാണാൻ ഇതിനോടകം തയ്യാറെടുത്തു കഴിഞ്ഞു. കേരളം ഉറ്റുനോക്കുന്ന അമ്പലപ്പുഴയിൽ നിന്നാകട്ടെ വിജയം കാണുക 6 പതിറ്റാണ്ടിന്റെ CPM ബന്ധം ഉപേക്ഷിച്ച G സുധാകരനായിരിക്കും. ചേർത്തല, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ LDF തങ്ങളുടെ ആധിപത്യം തുടരുകയും ചെയ്യും. UDF-ന് അനുകൂലമായി മുഴുവൻ സീറ്റുകളിലും വിധി എഴുതിയിട്ടുള്ള മറ്റൊരു ജില്ലയാണ് പത്തനംതിട്ട. ഇവിടെയുള്ള 5 സീറ്റുകളായ റാന്നി, ആറന്മുള, അടൂർ, തിരുവല്ല, കോന്നി എന്നിവിടങ്ങളിൽ UDF-ന് ഏകപക്ഷീയമായ വിജയമാണ് കാത്തിരിക്കുന്നത്. 2021-ൽ ഈ ജില്ലയിൽ നിന്നും ഒരു സീറ്റ് പോലും നേടുവാൻ UDF-ന് സാധിച്ചിരുന്നില്ല. ഇവിടെ പരാജയപ്പെടുന്ന പ്രമുഖർ മുൻമന്ത്രി മാത്യു ടി തോമസും നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായിരിക്കും. ആറന്മുളയിൽ വീണ 2ാം സ്ഥാനം നിലനിർത്തുമെങ്കിലും എബിൻ വർക്കിയേക്കാൾ ഏറെ പിന്നിലായിരിക്കും. ഇത്തവണ നിറമാറുന്ന മറ്റൊരു ജില്ല കൊല്ലമാണ്. LDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം അവരോടൊപ്പം നിന്ന ഈ ജില്ലയിൽ കഴിഞ്ഞ തവണ UDF നേടിയത് കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രമായിരുന്നു. ബാക്കിയുള്ള 9 സീറ്റുകളിൽ കൊല്ലം ബിന്ദു കൃഷ്ണയിലൂടെയും, കൊട്ടാരക്കര ഐഷ പോറ്റിയിലൂടെയും, പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാലയിലൂടെയും അട്ടിമറി വിജയം UDF ഇപ്രാവശ്യം നേടും. പരാജയപ്പെടുന്നവരിൽ മന്ത്രിമാരായ KN ബാലഗോപാലും KB ഗണേഷ് കുമാറും ഉൾപ്പെടും. ഷിബു ബേബി ജോണിലൂടെ ചവറയും, ഉല്ലാസ് കോവൂരിലൂടെ കുന്നത്തൂരും വിജയിച്ച് RSPയും ഇപ്രാവശ്യം അവരുടെ സാന്നിധ്യം അറിയിക്കും. ചടയമംഗലത്താകട്ടെ മന്ത്രി ചിഞ്ചു റാണി കോൺഗ്രസിലെ MM നസീറുമായിട്ടുള്ള മത്സരത്തിൽ ബലാബലത്തിൽ ഏർപ്പെട്ടിരിക്കുകയുമാണ്. പുനലൂർ, ചാത്തന്നൂർ, രവിപുരം എന്നീ മണ്ഡലങ്ങളിൽ LDF മേൽക്കോയ്മ നേടുകയും ചെയ്യും. ത്രികോണ മത്സരങ്ങൾ കൊണ്ട് ശ്രദ്ധയാകർഷിച്ച തിരുവനന്തപുരത്തും അട്ടിമറി സാധ്യതകൾ ഏറെയുണ്ട്. ചിറയൻകീഴ്, വാമനപുരം, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങൾ ഇതിൽപ്പെടും. വട്ടിയൂർക്കാവിൽ മുൻ KPCC അധ്യക്ഷനായ K മുരളീധരൻ വിജയം കാണുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള വിജയ് CMPയിലെ പ്രമുഖ നേതാവായ CP ജോൺ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കോവളം M വിൻസെന്റ് നിലനിർത്തുമ്പോൾ മുൻമന്ത്രി VS ശിവകുമാറിനാണ് അരുവിക്കരയിൽ മുൻതൂക്കം. കാട്ടാക്കടയിൽ MR ബൈജുവിലൂടെ അട്ടിമറി UDF പ്രതീക്ഷിക്കുമ്പോൾ നെയ്യാറ്റിൻകരയിലെ കേമൻ മുൻമന്ത്രിയും സ്പീക്കറുമായിരുന്ന N ശക്തനായിരിക്കും. വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, പാറശാല എന്നിവിടങ്ങളിൽ LDF-നായിരിക്കും മുൻതൂക്കം. ഏവരും ഉറ്റുനോക്കുന്ന നേമത്താകട്ടെ ഫലം പ്രവചനാതീതമാണ്. ചുരുങ്ങിയ വോട്ടുകളിലായിരിക്കും ഇവിടുത്തെ വിജയിയെ തീർപ്പാക്കുക. ഇതൊന്നുകിൽ കോൺഗ്രസിലെ K ശബരിനാഥനോ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരോ ആയിരിക്കും. മറ്റ് അടിയൊഴുക്കുകളൊന്നുമില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ V ശിവൻകുട്ടി ഇവിടെ 3ാമതായി ആയിരിക്കും ഫിനിഷ് ചെയ്യുക. UDF-ന് അനുകൂലമായി 100-ലേറെ സീറ്റ് കേരളം വിധി എഴുതിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വന്നാൽ കേരളം ഒരു ഭരണമാറ്റത്തിനായിരിക്കും ഏപ്രിൽ 4-ാം തീയതി സാക്ഷ്യം വഹിക്കുക. വോട്ടെണ്ണൽ ദിവസത്തെ സംഭവ വികാസങ്ങൾ തത്സമയം ഗ്രൗണ്ട് സീറോയിലൂടെ നിങ്ങളിലെത്തും. ഓരോ ചലനങ്ങളും വിടാതെ പിന്തുടരാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.